ഹലോ കൂട്ടുകാരി, അങ്ങനെ നമ്മൾ കടയിൽ വന്നു. ഇന്നലെ പകൽ നല്ല കച്ചവടമായിരുന്നു. ഇന്നലെ രാത്രി നമ്മുടെ ഓണർക്ക് വയ്യാതെ ഇന്നലെ നേരത്തെ കട അടച്ചു പോയി. വൈകിട്ട് ഇന്നലെ കച്ചവടമൊന്നും ഉണ്ടായില്ല. കൗണ്ടറൊക്കെ കാലിയാണ്. വരുമ്പോൾ കുറച്ചൊക്കെ കൗണ്ടറുമ്പോൾ കിടക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് എനിക്ക്. കാരണം രാത്രി കച്ചവടം ഉണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. നമ്മളെല്ലാവരും മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല. കച്ചവടം ഉണ്ടാവണം, അതേപോലെ മടക്കി വെക്കണം. ഇനി രാത്രി ഇവിടെ കുറേ ഇട്ടെങ്കിലും നമ്മൾ അതൊരു പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. പകൽ ചിലപ്പോൾ ഒരു പക്ഷേ കച്ചവടം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. രാവിലെ വരുമ്പോൾ കുറച്ച് കൗണ്ടറിൽ നോക്കും, കൗണ്ടറിലുണ്ടെങ്കിൽ അപ്പം ഞാൻ ഓണർ വിളിയും ഇന്നലെ കച്ചവടം ഉണ്ടായല്ലേ എന്ന് പറയും. അപ്പം ഭയങ്കര ഒരു സന്തോഷം ഉണ്ട്. ആ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ കച്ചവടം ഉണ്ടായില്ലോ, ആ ഒരു പോസിറ്റീവ് എനർജിയാണ് എന്നിലുള്ളത്. ഇപ്പം ഇന്നലെ കച്ചവടം ഉണ്ടായില്ല. പകൽ നല്ല കച്ചവടമായിരുന്നു. സാധാരണയേക്കാളും ഒരു വ്യത്യസ്ത രീതിയിലായിരുന്നു ഇന്നലത്തെ കച്ചവടം. മെയ് 1 തൊഴിലാളികളുടെ ദിവസമായിരുന്നു. അപ്പോൾ മെയ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നലെ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് അറിയില്ല. കച്ചവടം ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കച്ചവടങ്ങളുണ്ട്. ഇതൊക്കെ പോകണം നമുക്ക്. ഫാൻസി ഇന്നലെ അത്യാവശ്യം കുറവായിരുന്നു. ഇന്നേഴ്സായിരുന്നു ഇന്നലെ നല്ല രീതിയിൽ പോയത്. ഉണ്ടോ, വൈകുന്നേരമൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകളുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി ഡ്രസ്സാണ്. അതെത്ര 3/4 കണ്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പോൾ ഡോക്ടർമാർ പറയുന്ന പോലെ നമ്മൾ ചൂടിനെ അതിജീവിക്കണമെങ്കിൽ ഡ്രസ്സുകളൊക്കെ കുറച്ച് എന്താ പറയുക, കെട്ടിപ്പൂട്ടി ഇങ്ങനെ അടച്ച് കെട്ടിയോണമുള്ള ഡ്രസ്സുകൾ, ഇച്ചിരി ലൂസായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ, കാറ്റ് കിടക്കാവുന്ന ഡ്രസ്സുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഇവിടെ കുറച്ച് റെഡിമെയ്ഡ് ഐറ്റംസുകൾ കുറച്ചുണ്ട്. അതൊക്കെ സാരി ഷേപ്പറാണ്. ഫിഷ് കട്ട് എന്ന് പറയില്ലേ, അതേപോലെ നല്ല അടിപൊളി, നല്ല വിലയുണ്ട് കേട്ടോ. ടിൻ ബാഡിൻ്റെയാണ്. പിന്നെ പ്രിസ്മ കമ്പനിക്കാരുടെയൊക്കെയാണ്. 600, 900 ആ റേറ്റിലൊക്കെ പോകേണ്ടതാണ്. ഇതൊക്കെ ടീനേജ് കുട്ടികൾ ഇടുന്നതാണ് കേട്ടോ. അതൊക്കെ ഉണ്ടോ, ടീനേജ് പിള്ളേരുകളൊക്കെ ഇടുന്ന നല്ല രസം, ചെറിയൊരു പാഡോടുകൂടിയുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഇന്ന് ഈ വേനൽക്കാലത്തിനെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി ലൂസായിട്ടുള്ള ഡ്രസ്സും പലാസ, റാപ്പർ മിഡി, പിന്നെ ടീഷർട്ടുകൾ ഇച്ചിരി ലൂസൊക്കെ ആയിട്ടുള്ളതൊക്കെ ഇട്ടെങ്കിലാണ് നമ്മളെ ഈ ചൂടിനെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അത്യാവശ്യം റിഡക്ഷനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ റിഡക്ഷനാണ് കേട്ടോ. റിഡക്ഷൻ കുറേയൊക്കെ പോയിട്ട് നമുക്ക് ഇനിയിപ്പോൾ രണ്ടാമതും വെച്ചിട്ടുണ്ട് റിഡക്ഷൻ സെയിലിലേക്ക് ഒത്തിരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വിശേഷമായിട്ട് നാളെ കാണാം കേട്ടോ. നമ്മുടെ കടയുടെ വിശേഷങ്ങൾ എന്നും ഉണ്ടാവും കേട്ടോ. ഓക്കെ.